തപാൽ വോട്ട് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ ജി സുധാകരനെതിരായ കേസിന്റെ പുരോഗതി അറിയിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം. വിവാദ പ്രസംഗത്തിൽ ആലപ്പുഴ സൗത്ത് പോലീസ് ജി സുധാകരനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. പ്രസംഗത്തിന്റെ വീഡിയോ പരിശോധിച്ച ശേഷം ജി സുധാകരന്റെ മൊഴിയെടുക്കാനാണ് പോലീസ് നീക്കം. വിവരങ്ങളുമായി നിതിൻ സേവ്യർ ചേരുന്നുണ്ട്. നിതിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അക്ഷയ, ഈ തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിയെന്ന CPM നേതാവ് ജി സുധാകരന്റെ വിവാദ പ്രസംഗത്തിൽ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കേസ് എടുത്തിരുന്നത്. സുധാകരനെതിരെ സൗത്ത് പോലീസ് ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടറുടെ പരാതിയിലായിരുന്നു കേസെടുത്തത്. ബൂത്ത് പിടിച്ചെടുത്തത് മുതൽ വ്യാജരേഖ ചമച്ചതുവരെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ ഉള്ളത്. പക്ഷേ ഇന്ന് പോലീസ് സുധാകരന്റെ മൊഴി എടുക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ തൽക്കാലം ഇന്ന് മൊഴി എടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. തപാൽ വോട്ട് തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ ജി സുധാകരൻ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ വീഡിയോ പരിശോധിച്ച ശേഷം മാത്രം മൊഴിയെടുത്താൽ മതി എന്നാണ് പോലീസിന്റെ തീരുമാനം. ഒപ്പം തന്നെ ജി സുധാകരനെതിരായ കേസിന്റെ പുരോഗതി അറിയിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൗത്ത് പോലീസിനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വിവാദ പ്രസംഗത്തിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും വിവരം കൈമാറുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസിന്റെ പുരോഗതി അറിയിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി, തപാൽ വോട്ട് തിരുത്തിയെന്ന CPM നേതാവ് ജി സുധാകരനെതിരായ കേസിന്റെ പുരോഗതി അറിയിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മൊഴി ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് എടുക്കുമെന്നുള്ളതാണ് വിവരങ്ങൾ നൽകിയത് നിതിൻ സേവ്യറാണ്.